ശക്തമായ മഴയിൽ എരുമപ്പെട്ടിയ വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വടക്കാഞ്ചേരി കേച്ചേരി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് എരുമപ്പെട്ടി, നെല്ലുവായ്, പഴവൂർ, തയ്യൂർ, കോട്ടപ്പുറം, കുണ്ടന്നൂർ, മുട്ടിക്കൽ, വെള്ളറക്കാട്, പാത്രമംഗലം, പുലിയന്നൂർ ഭാഗങ്ങളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിലകപ്പെട്ട നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബന്ധുവീടുകളിലേക്കും സ്കൂളുകൾ, അംഗനവാടികൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. വാഴാനി ഡാം തുറന്നതോടെ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി, പഴവൂർ, നെല്ലുവായ്, കുണ്ടന്നൂർ, വെള്ളറക്കാട്, മനപ്പടി എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന് മുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത്. പുഴ ദിശ മാറി ഒഴുകി പാലത്തിന് സമീപത്തുള്ള 5 വീടുകളിൽ വെള്ളം കയറി. ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. നെല്ലുവായ് പാടശേഖരത്തിന് സമീപമുള്ള 10 വീടുകളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിലകപ്പെട്ട കുടുംബങ്ങളെ കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും വാർഡ് മെമ്പർ MC ഐജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. നെല്ലുവായ് നമ്പ്രത്തും കോട്ടപ്പുറത്തും വെള്ളത്തിലകപ്പെട്ട കുടുംബങ്ങളെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിലാണ് രക്ഷപ്പെടുത്തിയത്. എരുമപ്പെട്ടി കിഴക്കേ തലയ്ക്കലുള്ള വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കുത്തിയൊഴുകുന്ന അവസ്ഥയാണ്. വേലൂർ, പഴവൂരിൽ 50 കുടുംബങ്ങളെയും അയ്യപ്പൻകാവിന് സമീപമുള്ള ഫ്ളാറ്റിലെ കുടുംബങ്ങളെയും വെള്ളം കയറിയതിനെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ചു. അയ്യപ്പൻകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിലേക്കും ജുമാ മസ്ജിദ് മദ്രസ ഹാളിലേക്കും ബന്ധുവീടുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. തയ്യൂർ, ലോകരത്തിക്കാവ്, പുലിയന്നൂർ, മുട്ടിപ്പാലം, ഉമിക്കുന്ന് എന്നിവിടങ്ങളിലും മഴക്കെടുതികളിൽപ്പെട്ടവരെ മാറ്റിപ്പാർപ്പിച്ചു. വേലൂർ തലക്കോട്ടുകരയിൽ വീട് ഭാഗികമായി തകർന്നു. ഒടിയടെ ഭവാനിയുടെ വീടാണ് തകർന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി.